നമസ്കാരം. രതീന സംവിധാനം ചെയ്ത നവ്യ നായർ നായികയായ പാദയാത്ര എന്ന സിനിമ ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ്. നവ്യയുടെ ഒരു തിരിച്ചുവരവിന് ശേഷം ഉണ്ടാക്കുന്ന ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥാനത്തിൽ തന്നെയാണ് പാദയാത്ര മുന്നിട്ട് നിൽക്കുന്നത്. നായികയായി നവ്യ പോലീസ് വേഷത്തിലെത്തുമ്പോഴേക്കും പല നായിക നടിമാരെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. മലയാളത്തിൽ തന്നെ പല നായികമാരും അതേ കാക്കി അണിഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പല സിനിമകളും ബോക്സ് ഓഫീസിൽ വിജയവുമായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നവ്യ കാക്കി അണിഞ്ഞെത്തുമ്പോഴേക്കും മലയാളി പ്രേക്ഷകർക്ക് അതൊരു പുതിയ അനുഭവം കൂടിയായിരുന്നു. കാരണം നവ്യ നമ്മൾ പോലീസ് യൂണിഫോമിൽ കണ്ടിട്ടുമില്ല. അങ്ങനെ രതീന സംവിധാനം ചെയ്ത പാദയാത്ര വളരെയധികം മികച്ച അഭിപ്രായം നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സിനിമകളും അതിനുശേഷം റിലീസിനെത്തിയപ്പോൾ പോലും പാദയാത്ര ഉണ്ടാക്കിയിരുന്ന ആ ഒരു സ്ക്രീൻ കൗണ്ട് ഇപ്പോഴും അതിന് പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സൗബിൻ ഷാഹിറും നവ്യയും ചേർന്ന് അഭിനയിച്ച സിനിമയ്ക്ക് ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനർ KV അബ്ദുൾ നാസറാണ് ചിത്രം നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ അത് എങ്ങനെയാണോ ആദ്യ ദിവസങ്ങളിൽ കുടുംബ പ്രേക്ഷകർ ചിത്രത്തെ സ്വീകരിച്ചത് അത് തുടർന്നും ഉണ്ടാക്കാൻ പാദയാത്രയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റൺ ഇപ്പോഴും പാദയാത്രയ്ക്ക് തുടരാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അതിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് കുടുംബ പ്രേക്ഷകർ ആ സിനിമയെ കൈവിട്ടിട്ടില്ല, ഇപ്പോഴും സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പാദയാത്രയ്ക്ക് എങ്ങനെയാണോ സ്ക്രീൻ ഹോൾഡ് അവർക്ക് ഉണ്ടായിരുന്നത് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ബോക്സ് ഓഫീസ് നമ്പറുകളും കൃത്യമായിട്ടുള്ള ഡേറ്റ്സും കൈകാര്യം ചെയ്യാനും പാദയാത്രയ്ക്ക് സാധിക്കുന്നുണ്ട്. നവ്യ വീണ്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇടയിൽ വളരെ സ്വീകാര്യയാകുകയാണ്. തിരിച്ചുവരവിലും നവ്യയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് പ്രേക്ഷകർ.